ഈ വെക്കേഷനായിട്ട് മക്കളുടെ എല്ലാവരുടെയും മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ. എല്ലാവരും ഫോൺ എടുക്കുന്നു, അതിനുശേഷം ഫുൾ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഫുൾ ടൈം നമ്മൾ റീൽസ് കാണുന്നു. നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായിക്കോട്ടെ, നമ്മുടെ അനിയന്മാരായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, ഈവൻ നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സമയം ചെലവാക്കുന്നത് ഈ സ്ക്രീൻ ടൈമിന് തന്നെയാണ്. നമ്മുടെ ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ സെറ്റിംഗ്സിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, എത്ര സമയം നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഓരോ സമയം, അതായത് ഓരോ ആപ്പിനും നമ്മൾ എത്രമാത്രം ടൈം യൂസ് ചെയ്യുന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നമ്മുടെ സെറ്റിംഗ്സിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ എത്ര ടൈം നമ്മൾ ഓരോ സമയം ഒരു ദിവസം ചെലവഴിക്കുന്നുണ്ടെന്ന് കണക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളെടുത്ത് നോക്കുമ്പോഴും നമ്മൾക്കും ഇത് തന്നെയാണ് ഷോക്കിംഗ് ആയിട്ട് തോന്നാറ്. ഒരു ദിവസം 4 മണിക്കൂറൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് പറഞ്ഞാൽ ആരാണ് ഞെട്ടിപ്പോവാത്തത് അല്ലേ? പക്ഷേ ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്, നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കെ ഇത് അത്ര വലിയ നല്ല കാര്യമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, റീൽസിന് അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് ലാസ്റ്റ് വലിയൊരു പ്രശ്നമായിരിക്കും നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ശരിക്കും നമ്മളിത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഓരോ സമയം നമ്മൾ പിന്നെ എന്താ ചെയ്യുക അല്ലെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുക ഈ ഒരു സമയത്ത്? വെക്കേഷൻ അല്ലേ, വെക്കേഷന്റെ ഫോൺ നോക്കുന്നു, അല്ലാതെ എന്താ ചെയ്യുക? ഫോൺ നോക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അടിപൊളി തന്നെയാണ്, എല്ലാവരും റീൽസ് കാണുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂറൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം സമയം, അത്രയും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട എത്രയോ സമയമാണ് നമ്മൾ വെറും ഈ ഒരു ഫോണിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങി പോവാണ് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? ഈ അഡിക്ഷൻ നമ്മൾ എങ്ങനെ ഒഴിവാക്കും അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ റീൽസ് കാണരുത്, ഷോർട്സ് കാണരുത്, ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത് ആ ഒരു അഡിക്ഷൻ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഞാൻ റീൽസിന് വേണ്ടി ചെലവഴിക്കുന്നത് അതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി എത്ര ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം, ശരിക്കും ഇതൊരു പ്രശ്നമാണോ, ഇതിൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് റിയലൈസ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് കിടക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും അല്ലെ. ഇൻസ്റ്റാഗ്രാമിലെ ഫുള്ള് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഡിസേബിൾ ചെയ്യുക. കാരണം ഒരാവശ്യമുള്ള കാര്യം, അതായത് ഇപ്പോൾ CBSEയുടെ ബോർഡ് എക്സാം മാറ്റിവെച്ചു എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസും ഒരു സുഹൃത്തും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരാളും മെസ്സേജ് അയച്ച് നമ്മളെ അറിയിക്കാൻ പോകുന്നില്ല. എന്ത് തന്നെയായാലും അവർ നമ്മളെ ഫോൺ ചെയ്യും അല്ലെ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻസ് വരല് അങ്ങോട്ട് ഒഴിവാക്കാം. കാരണം അതങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ടെംപ്റ്റേഷൻ ആണല്ലേ, അത് അങ്ങ് ഓപ്പൺ ആക്കി നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, ഓ അവൾ എന്തോ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തോ അയച്ചിട്ടുണ്ട്, അത് കാണാനുള്ള ഒരു ടെംപ്റ്റേഷൻ, അതങ്ങോട്ട് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ആ നോട്ടിഫിക്കേഷൻസ്, പുഷ് നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ തന്നെ നമ്മുടെ ടൈം ഒന്ന് മോണിറ്റർ ചെയ്യാം. ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി കിടക്കുമ്പോൾ എത്ര ടൈം ഇന്ന് ഞാൻ ഓരോ സോഷ്യൽ മീഡിയാസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്തു, യൂട്യൂബിൽ ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വേറെ എവിടെ അന്വേഷിക്കേണ്ട, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തന്നെ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എത്ര സമയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണല്ലേ. സ്റ്റുഡൻസ് ആകുമ്പോൾ ചിലരുടെ കയ്യിലൊക്കെ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഫോൺസ് നിങ്ങൾ കോളിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്തോളൂ. നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻസിന്റെ ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നതായിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസിന്റെ ഫോണിലാക്കാം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ പാരൻസിന്റെ ഫോൺ മാക്സിമം 30 മിനിറ്റ് ഒക്കെ നമ്മൾക്ക് തരുള്ളൂ അല്ലെ, അല്ലാതെ അതിന് കൂടുതൽ തരില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് 1 hour 2 hour ഒന്നും എന്തായാലും എടുക്കില്ല. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പാരൻസിന്റെ കയ്യിൽ, കാരണം നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. പാരൻസിന്റെ സർവൈലൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 24 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. 24 മണിക്കൂർ ഫോണിൽ തന്നെ കുത്തിയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ് അല്ലെ. നമ്മുടെ സ്ക്രീൻ ടൈം കൂടുതലാണ്, നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും, പിന്നെ നമുക്ക് തന്നെ ഒരു മൂകത ഫീൽ ചെയ്യും അല്ലെ. ഫുൾ ടൈം ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഫോണൊക്കെ ഇങ്ങനെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് പോകും. നമുക്കൊന്നും ആലോചിക്കാനും തോന്നില്ല, ഭയങ്കര മൂഡി ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ടൈം ഫോണിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ
ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോവുക. അതായത് ഔട്ട്ഡോർ ഗെയിംസിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോവുക, സംസാരിക്കുക, അവരെ കാണുക. അതുപോലെ തന്നെ പാരൻസിൻ്റെ അടുത്ത് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടോണ്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തൊന്ന് നടക്കുക, ഒന്ന് വാക്കിനൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രകൃതിയായിട്ട് നേച്ചറായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യാനായിട്ട് ഇതെല്ലാം ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര സമയം ഞാനൊന്ന് പഠിക്കും, ഒരു 5 മിനിറ്റ് ഒന്ന് പഠിച്ചിട്ട് വരാം എന്നൊന്ന് സ്വയം ഒന്ന് മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കുക. ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും ബുക്സ് ഒക്കെ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു 30 മിനിറ്റ് ഇരുന്നങ്ങ് വായിച്ചു പോകും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് 30 മിനിറ്റ് വായിക്കാനായിട്ട് കിട്ടും, റീഡിങ്ങിനായിട്ട് കിട്ടും. അപ്പോൾ റീഡിങ് സ്കില്ലൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഒരു 5 മിനിറ്റ് എന്നാൽ പിന്നെ ഒന്ന് വായിച്ച് കളയാം, അല്ലെ ഒരു 5 മിനിറ്റ് എന്നാൽ ഒന്ന് പഠിച്ച് കളയാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഒന്ന് കാണാം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കുറേ ഇൻഫോർമേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒരു ദിവസം പെട്ടെന്ന് പോയി ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യണം, ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നല്ല, പക്ഷെ ഒരു കൺട്രോൾ, അല്ലേ? നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഒരു യൂട്യൂബോ അല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ എല്ലാ കാര്യം, നമ്മുടെ മൈൻഡിനെയും എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ കൺട്രോൾ നമ്മൾ ആർക്കും വിട്ടു കൊടുക്കരുത്. അപ്പം നമ്മൾ തന്നെ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താലേ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഫുൾ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക, ഇത്ര ടൈം ഞാൻ എന്ത് ചെയ്യുക, സ്റ്റഡീസിന് യൂസ് ചെയ്യും, ഇത്ര സമയം ഞാൻ സ്ക്രീൻ ടൈം യൂസ് ചെയ്യും. കാരണം നമ്മുടെ ഓരോ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ടൈം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എത്ര സമയം ഞാൻ പഠിക്കാനായിട്ട് ചിലവഴിക്കണം, എത്ര സമയം സ്ക്രീൻ ടൈം യൂസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എൻജോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൂടുതൽ സമയമൊക്കെ മാറ്റി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ സ്റ്റഡീസിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ഫുൾ സെറ്റായിട്ട് പഠിക്കാനും സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം.